എല്ലാവർക്കും നമസ്കാരം. ഇലക്ട്രോ ടെക്നോളജീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിവിടെ എർത്ത് റോഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എർത്തിങ് ആണ് ഇന്ന് ചെയ്യുന്നത്. എർത്ത് റോഡ് കാണുമ്പോൾ കോപ്പറായിട്ട് തോന്നുമെങ്കിലും അത് പ്യുവർ കോപ്പർ അല്ല, കോപ്പർ ബോണ്ടഡ് ആണ്. ഇത് 1.5 ഇഞ്ച് വണ്ണവും 10 അടി നീളവും, അതായത് 3 മീറ്റർ നീളമുള്ള ഒരു കോപ്പർ ബോണ്ടഡ് റോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എർത്ത് ചെയ്യുന്നത്. ഈ എർത്ത് പിറ്റിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 3 അടിയാണ്. കാരണം ഒരാൾക്ക് ഇറങ്ങി നിന്ന് കുഴിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ കുഴിയെടുത്തേക്കുന്നത്. 11 അടി 10 അടി ആണ് നമ്മുടെ റോഡിൻ്റെ നീളമെങ്കിലും ഒരടി കൂടുതലായിട്ടാണ് നമ്മൾ കുഴിയെടുത്തേക്കുന്നത്. അത് റോഡിൻ്റെ ടോപ്പിൽ നിന്നും ഗ്രൗണ്ട് ലെവലിലേക്ക് ഒരടി ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം എർത്ത് ചേമ്പർ കെട്ടുമ്പോഴേക്കും എർത്ത് റോഡ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരടി താന്ന് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരടി കൂട്ടി 3 മീറ്റർ അല്ലാതെ ഒരടി അഡീഷണലായിട്ട് കുഴിയെടുത്ത് താത്തേക്കുന്നത്. നമ്മളിവിടെ എർത്ത് കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടാണ് എർത്ത് ചെയ്യുന്നത്. നോർമലി നമ്മൾ ചാർക്കോൾ, അതായത് കരി ഉപയോഗിച്ചിട്ടാണ്, കരി ഉപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് സാധാരണ എർത്ത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അതിന് വ്യത്യസ്തമായിട്ട് എർത്ത് കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എർത്ത് ചെയ്യുന്നത്. കാരണം ഇതൊരു പ്രൈവറ്റ് സ്ഥാപനത്തിന് വേണ്ടി ചെയ്താണ്. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ കെമിക്കൽ എർത്തിങ് ആണ് അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എർത്ത് കോമ്പൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഈ എർത്ത് കോമ്പൗണ്ട് ഒരു ബാഗ് 8 കിലോയാണ്. ഒരു പിറ്റിലേക്ക് നമ്മൾ 9 ബാഗാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ടോട്ടൽ നമ്മൾ 2 പിറ്റുകളാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഈ എർത്ത് കോമ്പൗണ്ടിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ കുഴിയെടുത്തിട്ട് കുറച്ച് എർത്ത് കോമ്പൗണ്ട് കുഴിയിലേക്ക് ഇടുക, അടുത്ത് വീണ്ടും മണ്ണിടുക, ആ രീതിയല്ല. എർത്ത് കോമ്പൗണ്ട് നമ്മൾ സാധാരണ സിമൻറ്റ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ മണ്ണിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ എർത്ത് പിറ്റ് ഫില്ല് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും സുഹൃത്തുക്കൾ അറിയാൻ പറ്റും. നമ്മൾ പ്രധാനമായിട്ട് മണ്ണിൻ്റെ ഘടനയിൽ മാറ്റം വരുത്താൻ, അത് ഇലക്ട്രോണുകൾ സുഗമമായിട്ട് സഞ്ചരിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് കോമ്പൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ എർത്ത് പിറ്റ് ഫില്ല് ചെയ്യുന്നവരെ മണ്ണും എർത്ത് കോമ്പൗണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സറാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ ഈ എർത്ത് ഫില്ല് ചെയ്യുന്നതോടൊപ്പം അതിനോടൊപ്പം തന്നെ ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ് കൂടി നമ്മൾ അതിന് പാരലായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നുമല്ലാതെ വേനൽ സമയങ്ങളിലൊക്കെ നമുക്ക് എർത്ത് പിറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും വെള്ളം താഴെ വരെ ഇറങ്ങി ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഫിൽറ്റർ പോലെ എല്ലാ സൈഡും ഹോളിട്ട ഒരു PVC പൈപ്പ് കൂടി നമ്മളിതിന് പാരലായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി അത് ടെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ എർത്ത് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസമാണ്. അത് മെട്രാവിയുടെ മെഗർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എർത്ത് മെഗർ ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ മെഗർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം, നമ്മൾ 15.5 നമുക്ക് വാല്യൂ കിട്ടിയേക്കുന്നത്. അവർക്ക് 3 ohms ആണ് ശരിക്കും അതിൻ്റെ വാല്യൂ അവർക്ക് വേണ്ടത്. പക്ഷേ നമ്മൾ തൊട്ടടുത്ത ദിവസം ടെസ്റ്റ് ചെയ്തതുകൊണ്ടാണ് 15.5 കിട്ടുന്നത്. അത് പോരായിട്ട് നല്ല വേനൽ സമയമാണ്, ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്. ഒരു മാസം കഴിയുമ്പോഴേക്കും നമുക്ക് അത് എർത്തൊന്ന് സെറ്റ് ആവാൻ ടൈം എടുക്കും. അപ്പോഴേക്കും നമുക്ക് 5-ന് താഴെയായിട്ട്, അത് 3 ohms നമുക്ക് കൃത്യമായിട്ട് ആ മെഗർ വാല്യൂ കിട്ടുന്നതായിരിക്കും. അപ്പോഴേക്കും നമുക്ക് നമ്മൾ ചെയ്ത ഈ വർക്കിൽ നമുക്ക് എന്തെങ്കിലും അപാകതകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.